Hello dear students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസേജ് ഓഫ് ഫോർ ലൂപ്പ് ഇൻ പൈത്തൺ. പൈത്തണിൽ നമ്മൾ എന്തിനാണ് നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൂപ്പിംഗ് കൺസ്ട്രക്ട്സിൻ്റെ യൂസേജ് എന്താണ്? സോ ഞാനൊരു പ്രോഗ്രാം പറയുകയാണ്, പൈത്തൺ പ്രോഗ്രാം ടു പ്രിൻറ്റ് ഫസ്റ്റ് 5 natural numbers, to print first 5 natural numbers. സോ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? 1 2 3 4 5. ദിസ് ഇസ് ഔട്ട്പുട്ട്. അപ്പം നോർമൽ കേസിൽ നമുക്കറിയാം, ഒരു ലൂപ്പിംഗ് കൺസ്ട്രക്റ്റ് ഇല്ലാതെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? ജസ്റ്റ് പ്രിൻറ്റ് വിത്തിൻ ബ്രാക്കറ്റ് നൽകി 1 2 3 5. ദെൻ റൺ ചെയ്യുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് 1 2 3 4 5. ഓർ നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം? 1, then 2 3 4 5. സോ എങ്ങനെ വരും? 1 2 3 4 5. സോ ഇതൊരു ഗുഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ആണോ? കാരണം എനിക്കിപ്പം ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വിത്തിൻ ഒരു 1 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും നമ്പേഴ്സ് കൊടുത്താൽ മതി. പക്ഷേ ഒരു 100 നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 100 നമ്പേഴ്സ് നിങ്ങളിങ്ങനെ കൊടുക്കും, അല്ല 100 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ഇറ്റ് ഈസ് നോട്ട് എ നൈസ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്. സോ അവിടെയാണ് നമ്മൾ ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് വരുന്നത്. ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യും അൺടിൽ ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻ ഇസ് മെറ്റ്. അതായത് ഇപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു സിംഗിൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുക ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പോവാണ്. സോ ഫോർ ലൂപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ സിൻടാക്സ് ഇങ്ങനെയാണ്: ഫോർ, ദെൻ വി നീഡ് ടു ഗീവ് വൺ ലൂപ്പിംഗ് വേരിയബിൾ. ഞാനിപ്പോൾ ഐ യൂസ് ചെയ്യുന്നു. ഇൻ റേഞ്ച് മീൻസ് അതിലാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ പാർട്ട്. നമുക്കൊരു ലൂപ്പിംഗ് കൺസ്ട്രക്റ്റിൽ വരുമ്പോഴത്തേക്ക് 3 കാര്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇനിഷ്യലൈസേഷൻ പാർട്ട്, കണ്ടീഷൻ, ദെൻ അപ്ഡേറ്റ്. സോ അതിനാണ് നമ്മൾ റേഞ്ച് യൂസ് ചെയ്യുന്നത്. റേഞ്ച് ആക്ച്വലി 3 വേസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് വേ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പം എനിക്ക് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് എങ്ങനെയാണ്? 1 2 3 4 5. അതായത് 1 മുതൽ 5 വരെ വരണം. 1 മുതൽ 5 വരെ വരണം എന്നുണ്ടെങ്കിൽ ഇപ്പം 1 തൊട്ട് 5 വരെ വരണം. സോ ഈ ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുന്നേ ഞാൻ ഫോർ ലൂപ്പിൻ്റെ യൂസേജ് ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പം റേഞ്ച് ഞാൻ ഇപ്പം 6 കൊടുത്തെന്ന് വിചാരിച്ചോളൂ. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 6, ഫോർ ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ എൻ വി നീഡ് ടു ഗീവ് കോളൻ, അതർവൈസ് ദ ഫോർ ലൂപ്പ് വോണ്ട് വർക്ക്. ഫോർ ലൂപ്പിൻ്റെ എൻഡിൽ നമ്മൾ കോളൻ കൊടുക്കണം. ഫോർ ഐ ഇൻ റേഞ്ച് 6, ദിസ് ഇസ് വൺ ഓഫ് ദ വേസ് ഫോർ റെപ്രസെൻറ്റിംഗ് ദ റേഞ്ച് ഫംഗ്ഷൻ. അപ്പം ഇതിൽ ഒരു പാരാമീറ്ററേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇതിൽ 6 മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രിൻറ്റ് എങ്ങനെ വരുമെന്നറിയാമോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മീനിങ് ഐൻ്റെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 0 to 6 ആണെങ്കിൽ 0 to റേഞ്ച് ഓഫ് 6 മീൻസ് സ്റ്റാർട്ടിങ് 0, ഐയുടെ വാല്യൂ 0 to 5 വരും. ഓക്കെ, 5 വരും. കാരണം ആ റേഞ്ചിൻ്റെ അകത്തൊക്കെ എടുക്കുന്ന വാല്യൂ -1 വരും. സോ ഐൻ്റെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 0 to 5. ഓക്കെ, ഐൻ്റെ വാല്യൂ 0 നിന്ന് 5 വരെ വരും. സോ ഞാനിവിടെ ഐ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ പ്രിൻറ്റ് ഓഫ് ഐ, സോ ഐൻ്റെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 0 to 5. ഐ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് റൺ ചെയ്യാണ്. സോ എന്ത് പറഞ്ഞു? ഐൻ്റെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 0 to 5. സോ ആ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ 0 to 5 വരെ പ്രിൻറ്റ് ചെയ്യും. ജസ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ്
എലമെൻറ്റ്സ് പ്രിൻറ്റഡ് 1 2 3 4 5 6. ഇവിടെ 6 കൊടുത്തു കഴിഞ്ഞാൽ 6 എലമെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്യും എന്നല്ല. ഓക്കെ, ഈ ഒരു കേസിൽ 6 എലമെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്യും. കാരണം റേഞ്ച് സ്റ്റാർട്ടിങ് ഫ്രം 0 to 5, ദാറ്റ് മീൻസ് 6 എലമെൻറ്റ്സ്. ഇനി 8 വരുവാണെങ്കിൽ ഫ്രം 0 to 7 കണ്ടോ, 0 to 7. പക്ഷെ എനിക്ക് ദിസ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് വേ ടു റെപ്രസെൻറ്റ് എ റേഞ്ച് ഫംഗ്ഷൻ ഇൻ ഫോർ ലൂപ്പ്. ഇനി സെക്കൻഡ് വേ, ഫസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഹാവിങ് ഓൺലി സിംഗിൾ പാരാമീറ്റർ വിത്തിൻ ദ റേഞ്ച് ഫംഗ്ഷൻ. ഇനി 2 പാരാമീറ്റേഴ്സ് വിത്തിൻ റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ 1,8 എന്ന് കൊടുത്തു. 1,8 കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇഫ് വിത്തിൻ റേഞ്ച് ഫംഗ്ഷൻ when 2 parameters is found, the first parameter denotes the starting index and the second parameter indicates the last index. That means ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 1, ഓക്കെ, 1 to 8 ആണ്. 8 വരുമോ? ഇല്ല, ഒന്ന് കുറയും, ദാറ്റ് ഈസ് 7. സോ നമുക്ക് പ്രിൻ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 1 to 7. Okay, 1 to 7. Okay, now we can explain a Python program to print first 5 natural numbers. ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5, റൈറ്റ്? സോ അങ്ങനെ വരണമെങ്കിൽ എനിക്ക് ആദ്യം 1 കൊടുക്കണം, പിന്നെ എനിക്ക് 5 വരെ പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെയാണ് 5 വരെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എത്ര കൊടുക്കണം? 6 കൊടുത്തേ പറ്റത്തുള്ളൂ. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ ഐ വിൽ റേഞ്ച് ഫ്രം 1 to 6 ആണെങ്കിൽ എത്ര വരും? 5. അപ്പോൾ എനിക്ക് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് വന്നു, ദാറ്റ് ഈസ് 1 2 3 4 5. ഇനി എനിക്ക് 1 2 3 4 5 ഒരു ലൈൻ, ഇത് കോളം വൈസ് അല്ലേ പ്രിൻറ്റ് ചെയ്ത് വന്നത്. കാരണം പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിഫോൾട്ട് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ പ്രിൻറ്റ് ദ ലൈൻ, പ്രിൻറ്റ് ദ ന്യൂ ലൈൻ. സോ അതിനെനിക്ക് ഡിഫോൾട്ടായിട്ട് ഒരു സെയിം ലൈനിൽ വരണമെങ്കിൽ വി നീഡ് ടു യൂസ് എ പാരാമീറ്റർ എൻഡ് ഇസ് ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോട്ട്സ് കൊടുക്കാം. സോ ഡിഫറൻസ് മനസ്സിലാക്കാണല്ലോ. എൻഡ് ഇസ് ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ കേഴ്സർ എന്ത് ചെയ്യും? ആഫ്റ്റർ പ്രിൻറ്റിംഗ് വെൻ ഐ ഇൻ റേഞ്ച് 1,6 മീൻസ് ഐയുടെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 1 to 5. വെൻ ദ വാല്യൂ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 1, ഇറ്റ് വിൽ പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് ഐ ആൻഡ് ദ കേഴ്സർ will be at the end of the line, that particular line. ഓക്കെ, അതിനുശേഷം ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. Automatically increment by default, the value of the looping variable is incremented by 1. So ഐയുടെ വാല്യൂ 1 ആയിരുന്നത് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐയുടെ വാല്യൂ 2 ആവും. ഓക്കെ, ദെൻ ഐൻ്റെ വാല്യൂ 3 ആവും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഐ ഇൻ റേഞ്ച് 1,6 എന്ന് പറയുന്നത് ഐൻ്റെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 1 to 5. ഓക്കെ, 1 to 5. ദാറ്റ് മീൻസ് ഐൻ്റെ വാല്യൂ 1 വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറഞ്ഞു? ഐൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ ഞാൻ അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1. സോ ഐയുടെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 1 to 5, റൈറ്റ്? 1 to 5 മീൻസ് ഐയുടെ വാല്യൂ 5 വരെ പോകും. ഐയുടെ വാല്യൂ 5 വരെ പോകും. അതിൻ്റെ വാല്യൂ 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരെ പോകും. ഓക്കെ, ഇനി ഐൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് ഐൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തത്. ഞാൻ അതിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഐൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഐൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം എൻഡ് ഇസ് ഈക്വൽ ടു വന്നു. എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിൽ വരണ്ട, ഇവിടെ തന്നെ കേഴ്സർ നിൽക്കാനാണ് പറയുന്നത്.
ഓക്കെ, കേഴ്സർ എന്ത് ചെയ്യുക, എൻഡിൽ വന്ന് നിൽക്കുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇനി എന്താണ്, അതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി 2 ആവും അല്ലേ. അതിൻ്റെ വാല്യൂ 2 ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറഞ്ഞു, വീണ്ടും അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം സ്പേസ് ഉണ്ട്, അപ്പോൾ സ്പേസ് വിട്ടിട്ട് അവിടെ എന്ത് പ്രിൻ്റ് ചെയ്യും, 2 പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് എൻഡിൽ സ്പേസ് വിട്ട് നിൽക്കാൻ പറയും, സ്പേസ് വിട്ട് നിന്നിട്ട് അതിൻ്റെ വാല്യൂ 3 ആവും, 3 പ്രിൻ്റ് ചെയ്യുക. അതേപോലെ 4, അതേപോലെ 5. കാരണം അതിൻ്റെ വാല്യൂ 5 വരെയാണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫോർ I ഇൻ റേഞ്ച് 1,6 മീൻസ് അതിൻ്റെ വാല്യൂ 1 മുതൽ 5 വരെ. ഓക്കെ, സോ അങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ സ്പേസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ ഇവിടെ സ്പേസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും, 1 2 3 4 5 സ്പേസ് ഇല്ലാതെ വരും. ഓക്കെ, സോ ഇവിടെ സ്പേസ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സ്പേസ് ഇട്ട് വരത്തുള്ളൂ. ഇപ്പോൾ എൻഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഔട്ട്പുട്ട് വരും, ഇവിടെ എൻഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 1 2 3 4 5 ഇങ്ങനെ വരും. ഇനി third way of representing range function is 3 parameters within the range function. ഇവിടെ 2 അല്ലേ ഉള്ളൂ, ആദ്യം 1 നോക്കി, 2 നോക്കി, ഇനി 3 ഉണ്ട്. നോർമലി ഇവിടെ നോക്കിക്കുക, അതിൻ്റെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 1 to 5 എന്ന് പറയാൻ കാരണം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാല്യൂ ആദ്യം 1 വരും, പിന്നെ 2 വരും, 3 വരും, 4 വരും, 5 വരും. വെച്ചാൽ ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആണ് ബൈ ഡീഫോൾട്ട്. പക്ഷേ എനിക്ക് ഇൻക്രിമെൻറ്റഡ് ബൈ 2 2 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ആണ് തേർഡ് പാരാമീറ്റർ കൊടുക്കുന്നത്. അതിന് സ്റ്റെപ്പ് സൈസ് എന്ന് പറയും. ഞാനിപ്പോൾ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ വിൽ റേഞ്ച് ഫ്രം 1 to 5 ആയിരിക്കും. 1 to 5 ആയിരിക്കും, മീൻസ് സ്റ്റാർട്ടിങ് 1 ആയിരിക്കും, എൻഡ് ചെയ്യുന്നത് 5 ആയിരിക്കും. പക്ഷേ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 2 വെച്ച് കൂടും. അപ്പോൾ എങ്ങനെ വരും, 2 വെച്ച് കൂടും. അതായത് ഇനിഷ്യലി അതിൻ്റെ വാല്യൂ എന്ത് വരും, 1 വരും, ദെൻ അതിൻ്റെ വാല്യൂ +2 ആണ്, അപ്പോൾ അതിൻ്റെ വാല്യൂ 3 വരും. നെക്സ്റ്റ് അതിൻ്റെ വാല്യൂ 3 + 2 5 വരും. അപ് ടു 5 വരത്തുള്ളൂ. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. യെസ്, ദ ഔട്ട്പുട്ട് വിൽ ബി 1 3 5. സോ ദിസ് ഇസ് എ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ ഓഡ് നമ്പേഴ്സ്. സോ ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 3 5 ദെൻ 7 ദെൻ 9 പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് റേഞ്ച് ഏതുവരെ കൊടുക്കണം, 1 to സ്റ്റാർട്ടിങ് 1 ആണ്, 1 to ഏതുവരെ കൊടുക്കണം, 10 കൊടുക്കണം. യെസ്, എന്തിനാണ് 10 കൊടുക്കുന്നത്, എന്നാലേ 9 വരെ ഉള്ളത് പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇതിൻ്റെ മീനിങ് ഞാൻ ഒന്നുകൂടി പറയാം. ഇതിൻ്റെ മീനിങ് ഇപ്പോൾ എങ്ങനെ എടുക്കുന്നത്, ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ആണ്, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് എത്ര വെച്ചിട്ടാണ്, 2 വെച്ചിട്ടാണ്. 2 വെച്ചിട്ടാണ്, പക്ഷെ 9 ആകുമ്പോൾ നിർത്തുകയും വേണം. 2 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തേ, 3, അടുത്തത് 5, അടുത്തത് 7, അടുത്തത് 9. സോ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട് 1 3 5 7 9. ഇനി so this is a Python program to print first 5 odd numbers. Similarly, first 5 even numbers print ചെയ്യണമെങ്കിലോ, ഈവൻ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ഓർക്കുക, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 1 3 5 7 9 വരത്തുള്ളൂ. ഈവൻ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വരും, so the smallest even number is 0. so നമുക്ക് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, 0 then 2 then 4 then 6 then 8. ഞാൻ ഫസ്റ്റ് 8 ഈവൻ നമ്പേഴ്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് 8 ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് യു റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം. ഫസ്റ്റ് ഔട്ട്പുട്ട് നോക്കുക, ഔട്ട്പുട്ട് എത്ര വരും. ഇപ്പോൾ ഈവൻ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 0 ആണ്. അപ്പോൾ 0 2 4 6 8 ഹൗ മെനി നമ്പേഴ്സ്, 8 ഈവൻ നമ്പേഴ്സ് ആണ്. സോ 1 2 3 4 5 ആയതേ ഉള്ളൂ. ദെൻ 6 7
8. So first 8 even numbers means 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ആദ്യത്തെ 8 ഈവൻ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്തു. സോ ഇങ്ങനെ വരണമെങ്കിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് 0 ആണ്, എൻഡിങ് 14 ആണ്. 14 ആണ് ഞാനിവിടെ എന്ത് കൊടുക്കണം? ഡെഫിനറ്റ്ലി 15 കൊടുക്കണം അല്ലേ, എന്നാലേ 14 വരെ പോകത്തുള്ളൂ. പിന്നെ 2 വെച്ചിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. സോ 2 കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. യെസ്, 2, 0, 2, 4, 6, 8, 10, 12, 14. ദിസ് ഇസ് ദ ആൻസർ. അപ്പം എങ്ങനെ ഏത് നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യാനുള്ളത് യൂസിങ് ഫോർ ലൂപ്പ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏത് റേഞ്ച് എന്ന് പറയുമ്പം 3 ടൈപ്സ് ഓഫ് റേഞ്ച് ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് റേഞ്ച് ഫങ്ഷൻ്റെ അകത്ത് ഒരു പാരാമീറ്ററേ ഉള്ളൂ. അപ്പം വിൽ ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം ഇൻഡെക്സ് ഐയുടെ വാല്യൂ വിൽ സ്റ്റാർട്ട്സ് ഫ്രം 0 ടു റേഞ്ചിൻ്റെ അകത്ത് ഏത് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് 1 മൈനസ് ദാറ്റ് നമ്പർ ആയിരിക്കും അല്ലേ. ദ നമ്പർ -1 വരെ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യും. നമ്പേഴ്സ് പോകും മീൻസ് ഐട്രേറ്റ് ചെയ്യും. ഐ വേരിയബിൾ ലൂപ്പിംഗ് വേരിയബിൾ എന്ത് ചെയ്യും? ഐട്രേറ്റ് ചെയ്യും. പിന്നെ റേഞ്ചിൻ്റെ അകത്ത് 2 പാരാമീറ്റർ വരുന്നുണ്ട്. സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും വരുന്നുണ്ട്. പിന്നെ തേർഡ് വേ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് സൈസും കൂടെ വരും. എത്ര വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം എന്നുള്ളതുണ്ട് കൊടുക്കും. സോ ഇങ്ങനെയാണ് റേഞ്ച് ഇൻ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിഫറെൻറ്റ് പാറ്റേൺസ്. ഇപ്പം ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ റോ വൈസ് അല്ലെങ്കിൽ കോളം വൈസ്. ഇത് കോളം വൈസ് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് റോ വൈസ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കൊടുക്കും? end is equal to within space space will be provided between double quotes. അപ്പം ഇനി എനിക്ക് കോളം വൈസ് ആണ് വേണ്ടതെങ്കിൽ എൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ സ്പേസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാം കൂടെ ഒരുമിച്ച് വരും. സോ വി നീഡ് ടു ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഗീവ് സ്പേസ് ബിറ്റ്വീൻ ദ ഡബിൾ കോട്ട്സ്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റോ വൈസ് എനിക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, കോളം വൈസ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഒരു വേരിയബിൾ വെച്ചിട്ട്. അപ്പം എനിക്കിനി രണ്ടും കോളവും റോസും വരുവാണെങ്കിൽ ഞാൻ എങ്ങനെ ഈ 1 ലൂപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഐ ലൂപ്പ് വെച്ച് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.